എലവഞ്ചേരിയിൽ കാട്ടാന ഭീതി. കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന വ്യാപക വിളകൾ നശിപ്പിക്കുന്നതായാണ് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കാട്ടാന ജനവാസ മേഖലയിലെത്തിയതിന്റെ ഭീതിയിലാണ് എലവഞ്ചേരി ചള്ളപ്പൊറ്റ നിവാസികൾ. പ്രദേശവാസിയായ രാധാകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി കർഷകരുടെ കൃഷിയിടത്തിലെത്തി കാട്ടാന നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. കതിരുവന്ന നെൽകൃഷിയും കായ്ഫലമുള്ള തെങ്ങുകളും വീട്ടുവളപ്പുകളിലെ വാഴകളുമാണ് കാട്ടാന നശിപ്പിച്ചിട്ടുള്ളത്. വർഷങ്ങളായി കാട്ടാന ഭീതി നിലനിൽക്കുന്ന മേഖലയാണിതെന്നും മലയോര നിവാസികൾക്കും കർഷകർക്കും കാട്ടാന പേടിസ്വപ്നമാവുകയാണെന്നും നാട്ടുകാർ പറയുന്നു. പലതവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ ശാശ്വത പരിഹാരമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 6 മണി മുതൽ കൊണ്ട് അതിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 4-5 കൊല്ലമായിട്ട് ഇതാണ് പരിപാടി. ഇപ്പം നമ്മളുടെ ഈ പ്രോപ്പർട്ടിയിൽ ആദ്യമായിട്ടാണെങ്കിലും പരിസരവാസികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മിനിഞ്ഞാന്ന് മുതൽ കൊണ്ട് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ ആന കംപ്ലീറ്റ് എല്ലാവിടെയും വ്യാപകമായിട്ട് ആനയുണ്ട്. ഇപ്പോൾ 1-2 ആനയല്ല, 10-20 ആനൻ്റെ മുകളിലേക്ക് നമ്മുടെ പരിസരത്ത് 4-5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണിച്ചു തരണം, ഗവൺമെൻറ് അതിൽ ചെയ്തു തരണം. ഇതിപ്പോൾ നഷ്ടപരിഹാരം പറയുമ്പോൾ നമ്മൾ പോയതിൻ്റെ പകുതി പോലും നമുക്ക് നഷ്ടപരിഹാരമായിട്ട് തരില്ല. അപ്പോൾ അതിന് ഇന്നലെ വൈകിട്ട് 6:45 മുതൽ കൊണ്ട് നേരം പുലർച്ചെ 5 മണി വരേക്ക് ആനൻ്റെ വിളയാട്ടമാണ് ഇവിടെ. ഇപ്പോൾ അതിൽ ഇപ്പോൾ നെൽകൃഷിയും ഒരു 8 തെങ്ങോളം ഇന്നലെ തന്നെ, മിനിഞ്ഞാന്ന് 4 തെങ്ങ്, പിന്നെ ഇന്നലെ രാത്രി ഒരു 20 സെൻറ്റോളം വാഴയും നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ചെയ്തിരിക്കുന്ന കോലങ്ങളാണ് ഇവിടെ. പിന്നെ നമ്മുടെ ഫെൻസിങ് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ പ്രൈവറ്റായിട്ട് ഫെൻസിങ് നടത്തിയത്. അതിനെയും ചവിട്ടി പൊളിച്ചു. കുറേ 10-15 കല്ലോളം നമ്മുടെ പോയിട്ട്, ഒരു കല്ലിന് 300 രൂപ വെച്ചിട്ടാണ്. അത്രയും നാശനഷ്ടങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കേണ്ടി. ഇന്നലെ 12 മണിക്ക് ശേഷമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ആന വന്നിറങ്ങിയത്. അത് അല്ല, രാത്രി പുലർച്ചെ 12 മണിക്ക്, അന്ന് 12:30 ഞങ്ങൾ ഇവിടെ പടക്കം പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ബൗണ്ടറി തന്നെ ആന വന്നു എന്നുള്ള സൂചന കിട്ടിയപ്പോൾ വാച്ചർമാർ ഉൾപ്പെടെ വന്നിട്ട് ഞങ്ങൾ പടക്കം പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പടക്കം പൊടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത അയൽവാസി രമേശൻ സാറിൻ്റെ വാഴ കൃഷിയിൽ വാഴ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആന. അതിനുശേഷം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 1:30-2 മണിയാകുമ്പോൾ. വലിയ മുടക്കുമുതലിറക്കി കൃഷി ചെയ്യുന്നവർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് ചെറിയ തുക മാത്രമാണെന്നും എല്ലാ രാത്രിയിലും ആനയെ തുരത്താൻ ഉറക്കമിളച്ചിരിക്കേണ്ട സ്ഥിതിയാണെന്നും കർഷകർക്ക് പരാതിയുണ്ട്. ആനയിറങ്ങിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചും ആനയെ കാടുകയറ്റാറുണ്ട്. എന്നാൽ വീണ്ടും അവ കൃഷിയിടത്തിലെത്തി കൃഷിനാശം വരുത്തുന്നത് പതിവായിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.